ഓക്കെ. ഇന്ന് ഹെൻസു ബീച്ചിൽ ഒരു ചെറിയ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു പ്ലേസിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് ഹെൻസു ഉറങ്ങി എനിക്കുമ്പോഴേക്കും നമ്മളെ പ്ലേസിൽ നിന്ന് എത്തും അല്ലേ? ഞാനും ഹെൻസുവിൻ്റെ ഡാഡായും കസിൻസ് എല്ലാവരും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കണം. ഹെൻസുവിന് വണ്ടി പോകുമ്പോൾ എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? വണ്ടി നിർത്താൻ പാടില്ല, ഓഫ് ചെയ്യാൻ പാടില്ല. കേബിൾ എടുത്തു. കേബിൾ. അപ്പൊ ഹെൻസുവിന് വണ്ടി നിർത്താൻ പാടില്ല, പാട്ട് നിർത്താൻ പാടില്ല, ഇപ്പൊ വണ്ടി നിർത്തിയുണ്ടോ? കരയുന്നുണ്ടോ? ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഹെൻസുവിന് വണ്ടി കയറിയാ വണ്ടി നിർത്താൻ പാടില്ല. വണ്ടി കൂടി എടാ ഇപ്പൊ വണ്ടി എടുക്കും. AC മസ്റ്റ്, പാട്ട് മസ്റ്റ്. വണ്ടി എടുത്തു. വണ്ടി പോയി തുടങ്ങി. കണ്ടോ? ദിസ് ഈസ് ഹെൻസു. ഭയങ്കര അഭിനയം. എടാ യാസി ഒരു ഹായ് പറ. ഹായ്. നീ കിച്ചോ പറയിച്ചോ. അവന് വരാൻ താല്പര്യമില്ല എന്നാ പറയുന്നത്. ചാനോ പറയടാ. ഹായ്. എടാ ഒരു ഹായ് പറഞ്ഞാൽ നിനക്ക് എന്ത് പറ്റും? ഒരു ഹായ് പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ? പറ, ഹായ് പറഞ്ഞാൽ പറ്റുമോ എന്തെങ്കിലും? ഒരു ഹായ് പറയടാ. ഓ, നമ്മളെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവന് പുച്ഛം. ഒരുപാട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണെങ്കിൽ അവ ഹായ് ഹലോ കുറെ വാചാലമായി സംസാരിച്ചാൽ ഇത് ചെറിയ നമ്മളിതുപോലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നതല്ല. ഇങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്, അതായത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ മാത്രമേ ഹായ്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാണ്. നിങ്ങൾ നമ്മുടെ ഹെൻസു ബീച്ചിന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക. നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വരും. ഇതുപോലുള്ള ചില ആളുകളെ ഉച്ചഭാവങ്ങൾ നമുക്ക് മാറ്റി കൊടുക്കണം. ഓക്കെ. അപ്പൊ ഹെൻസുവിനെ ഉറക്കം പൂക്കിയടിക്കുകയാണ്. ഈ റിപ്പോർട്ട് ചെയ്യടാ. അപ്പൊ മറ്റേ 12 നമ്പറുള്ള ബുക്ക് ചെയ്യാം. അവിടെ പോയാൽ കിട്ടുന്നുണ്ടോ? വീഡിയോ പാടാം. അങ്ങനെ ആ മനോഹരമായ യാത്രയ്ക്കിടയിൽ ഒരു സംഭവം ഉണ്ടായി. ലോറി വന്ന് നമ്മുടെ സൈഡ് മിറർ തൂത്തെടുത്തുകൊണ്ട് പോകാൻ നോക്കി. ഉടനെ നഹാസ് ചാടി വീണ് അവനെ പിടിച്ചു. പടകളെല്ലാം പുറകിൽ നിന്ന് ഇറങ്ങി. അവനായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടായി. അങ്ങനെ അവിടെ ഫുള്ള് ബ്ലോക്കായി. അങ്ങനെ ട്രാഫിക് പോലീസ് വന്നു. അവർ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയി. ആ ടൈമിൽ ഞാൻ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് വെയിൽ കൊള്ളാണ്ട് ബേബിയെ കൊണ്ടിരിക്കുവാണ്. അവർ കോമ്പൻസേഷനൊക്കെ തരാമെന്ന് പറഞ്ഞ് പിന്നെ അത് സോൾവ് ചെയ്തൊക്കെ വിട്ടു. അതിനിടയിൽ ഞാൻ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ സിനിമയിൽ കാണാൻ പോയി. MOTയിലായിരുന്നു മൂവി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. സോ എനിക്ക് ഇതിനുള്ള സീക്വൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര ഹറിബറി ആയിരുന്നു. സോ നമ്മൾ തിയേറ്ററിനകത്ത് ഹാൻസിനെ കൊണ്ട് കയറി. ഒരുപാട് റഷൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത സീറ്റൊക്കെ വേക്കൻ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഹെൻസുവിൻ്റെ ഇത് സെക്കൻഡ് മൂവിയാണ് ആവേശം. ഫസ്റ്റ് മൂവി വാസ് പ്രേമലു. അപ്പോൾ അവൻ ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്ത് കോപ്പറേറ്റീവായത് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഈ മൂവിക്ക് അവനെ കൊണ്ടുവന്നത്. അവൻ വളരെ കോപ്പറേറ്റീവായിരുന്നു. സിനിമ കാണുന്നത് കണ്ടോ, അവൻ എൻജോയ് ചെയ്തു. ഇതിനിടയിൽ ഹെൻസു തിയേറ്ററിൽ ഇരുന്ന് പണി പറ്റിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഓടിക്കൊണ്ടുവന്ന് പാമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്തു, അവനെ ക്ലീനാക്കി. അത് കഴിഞ്ഞ് ഫോമുല മിൽക്ക് കൊടുക്കുകയാണ്. നാൻ പ്രോ ആണ്. അവൻ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ അവന് നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോമുല, ബിക്കോസ് അവൻ NACയിലൊക്കെ ആയിരുന്നു. സോ കുറച്ച് സ്റ്റോറി ഉണ്ട്, അതൊരു റീലായിട്ട് പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് സിനിമ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഇതിനിടയിൽ തിയേറ്ററൊക്കെ മാറിപ്പോയി കാണാം. തിയേറ്റർ മാറി. നിനക്കറിയോ? അത് തന്നെയാ വേണ്ടേ. വണ്ടി എടുത്തോണ്ട് ഇവിടെ പോണേന്ന് ചോദിച്ചാ
കഴിഞ്ഞു. ഒരു പ്രത്യേക കഥകളൊന്നും ഇല്ല അല്ലേ? കഥയായിട്ടൊന്നും പ്രത്യേകിച്ചില്ല. പിന്നെ പ്രശ്നമുണ്ടായി, ആക്സിഡന്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ സിനിമയ്ക്ക് ഓടിക്കയറി. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇറങ്ങി ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് എത്താൻ വേണ്ടി പോവാണ്. കാരണം കൊണ്ട് കാരണം റോഡ് പോകുന്നതിന് എനിക്ക് ചായ കുടിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇടിച്ചതും നഹാസ് ഓടുന്നു, കിച്ചു പുറകെ നിറഞ്ഞു ഓടുന്നു, യാസീൻ ഓടുന്നു. അത് എന്നിട്ട് നഹാസ് ഓടിക്കയറി ഡ്രൈവറിന്റെ പൊക്കത്ത്, ഞാൻ നോക്കിയപ്പോ ലോറിയുടെ പൊക്കത്ത് കയറി. ഉടനെ അയാൾ ഗ്ലാസ് ഒക്കെ കവർ ചെയ്ത് ബ്ലോക്ക്. അയാള് പപ്പ പടി, അയാള് പേടിച്ച് പേരുണ്ട്. പിന്നെ പോലീസൊക്കെ വന്ന്, ട്രാഫിക് പോലീസൊക്കെ വന്ന് കോംപ്രമൈസ് ആക്കി കോമ്പൻസേഷൻ തരാന്ന് പറഞ്ഞ് പിരിച്ചു വിട്ടു. ഞാൻ ഈ ബേബിയെ കൊണ്ട് വെളിയിൽ ഇറങ്ങി ഓടിയില്ലെങ്കിൽ ഞാൻ 2 മാസം ഡയലോഗ് അടിച്ച് ഞാനും കയറിയാണ് ലോറിയുടെ പുറത്ത്. പക്ഷെ പറ്റിയില്ല. ക്ലാസ് ഒക്കെ തുറന്നിട്ട് നമ്മൾ 6:60 പോവാണ്. മിറർ പൊട്ടിയ മിറർ എടുത്താൽ മിററിനൊന്നും പറ്റിയില്ല. പക്ഷെ മിറർ വണ്ടിയിൽ നിന്നും പുറത്ത് വന്നു. പിന്നെ തട്ടിയപ്പോ സ്ഥലം വരെ പോകാനുള്ളത് ബേബി ഇങ്ങനെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സെക്കൻഡ് ടൈമാണ് അവനെ തിയേറ്ററിൽ സിനിമ കാണാൻ കൊണ്ടുപോകുന്നത്. അവന്റെ ഫസ്റ്റ് മൂവി, തിയേറ്റർ മൂവി എന്ന് പറയുന്നത് പ്രേമലു ആയിരുന്നു. അത് അവന് 3 മന്ത് കഴിഞ്ഞ് 4th മന്തിലായിരുന്നു പോയത്. ഇതിപ്പോ 5th മന്താണ്. ഫസ്റ്റ് 4th മന്ത് പോയപ്പോൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സെക്കൻഡ് മന്ത് കൊണ്ടുപോയത്. ഇപ്പോഴും ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. ചെറിയ പണിയൊക്കെ പറ്റിച്ച് നമ്മളത് ഇന്റർവെല്ലിന് ക്ലീൻ ആക്കി കൊടുത്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇന്റർവെല്ലിന് ശേഷമാണ് കുറച്ച് ബുദ്ധിമുട്ടി. കാരണം തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ടൗലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പൊതിഞ്ഞ് ചേർത്ത് വെച്ചപ്പോൾ അവൻ കുറച്ച് ഉറങ്ങി. എങ്കിലും കുറച്ച് കരഞ്ഞു. പക്ഷേ കുഴപ്പമില്ല. അവന് സിനിമ കാണുന്നത് ഇഷ്ടമാണ്. അവൻ ആദ്യത്തെ ഹാഫ് കുറച്ച് സിനിമ കണ്ടുകൊണ്ടിരുന്നു. കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയം ഫുള്ള് ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ അവൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അവന് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ഹെൻസും ഉള്ളത്. അപ്പോൾ ഹെൻസു ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. അവനൊക്കെ ഫീൽ ചെയ്യാനുള്ള ടൈമായി. സോ വൈൻഡപ്പ് ചെയ്യാൻ പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മളിത് ജസ്റ്റ് സിനിമയ്ക്ക് പോയി കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രാഫിക് സിഗ്നലിന് മുന്നേ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമയിൽ പെട്ടെന്ന് വരാമെന്ന് ചെയ്തത്. അവിടെ ചായ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ എത്തിയിട്ട് കുറേ ഒരു 1 hour ആയി. പിന്നെ എത്തിയിട്ട് അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവൻ കരഞ്ഞു തുടങ്ങി. സോ നമ്മുടെ വ്ളോഗ്, ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.